ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ബിൽഡ് ടു സർവൈവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്. ഈ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്യണം, അങ്ങനെ വീടുണ്ടാക്കിയിട്ട് അതിൽ സർവൈവ് ചെയ്യണം. സോംബീസൊക്കെ വരും, കുറേ മോൺസ്റ്റേഴ്സ് വരും. അപ്പോൾ നമ്മൾ വീടുണ്ടാക്കി നമ്മൾ ആ വീട്ടിൽ നിന്നിട്ട് സർവൈവ് ചെയ്യാം. 6 സെക്കൻഡിനുള്ളിൽ നമ്മളെ പ്രിയപ്പെട്ട മോൺസ്റ്റേഴ്സ് വരുന്നതായിരിക്കും. അവർ നമ്മളടിക്കും, കടിക്കും, കൊല്ലും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ രക്ഷപ്പെടണം. അതവിടെ വരുന്നത്, അതോ അവിടെ ഓടോ 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 ഓടോ. മനുഷ്യന്മാർ ഭ്രാന്താക്കാൻ വേണ്ടിയിട്ട് എന്തൊരു എല്ലാവരും ഒരേപോലെ തന്നെയല്ല നടക്കണം. ഗൈസ്, നല്ല ഫിസിക്സ് അറിയാൻ തോന്നിട്ട് അവർക്ക്. ഫിസിക്സിൽ അടിപൊളിയാണെന്ന് തോന്നുന്നു. എല്ലാവരും ഒരേപോലെ തന്നെ നടക്കുന്നുണ്ട്. ഗൈസ്, നമ്മളെ പിന്നാലെ വരുന്നുണ്ട്. നമുക്ക് മൂവ് ആവാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചു അവിടെ പോയാൽ നമുക്ക് അതേപോലെ ആവാൻ പറ്റുന്നു. ഗൈസ്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടപ്പുകയാണ്. ഗൈസ്, നമ്മൾ മിക്കവാറും ചവിട്ടം നമ്മളെ പകുതി ജീവൻ പോയി. എല്ലാതും നമ്മളെ പിന്നാലെ വരുന്നത്. കാരണം നമുക്ക് കുറച്ച് പവറൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കും. ബാക്കിയുള്ളവരൊക്കെ വീട്ടിലിരുന്ന് ഒളിച്ചിരിക്കുകയാണ്. നമ്മൾ അതിനുള്ള പേടി നമുക്ക് പേടിയില്ല. നമുക്ക് പേടി എന്താണെന്ന് എനിക്കറിയില്ല. അത് നമ്മൾ കുറേ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. പിന്നെ ഈ മോൺസ്റ്റേഴ്സ് എന്തിനാണ് നമ്മൾ പിന്നാലെ വരണമെന്ന് ചോദിച്ചാൽ, പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ഇവരെയൊക്കെ കൊന്നു ഉടക്കി. അതിൻ്റെ ദേഷ്യമാണ് നമ്മളടുത്ത് തീർക്കുന്നത്. ഗൈസ്, നമുക്ക് വീടുണ്ടാക്കാം. പ്ലാസ്റ്റിക് കൊണ്ടായിട്ടോ നമ്മളൊക്കെ വീടുണ്ടാക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ പ്ലാസ്റ്റിക് കൊണ്ട് ആരെങ്കിലും വീടുണ്ടാക്കിയാണെന്ന് പറ. പ്ലാസ്റ്റിക് കൊണ്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ചൈനയിലാണ് നടക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ടയേർഡായിട്ട് നമ്മൾ പണിയെടുത്തിട്ട് നമുക്കങ്ങനെ പണിയെടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് പണിയെടുത്താൽ തന്നെ നമ്മൾ ടയേർഡാവും. ഗൈസ്, ലിയൻ്റെ വീട്ടിൽ നമ്മൾ പോവാണ്. ലിയക്ക് ചെറിയൊരു പണി കൊടുത്ത് ലിയ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ കാത്തുന്നതാണ്. പക്ഷെ ലിയനെ കൊന്നിട്ടോ. അങ്ങനെ തന്നെ വേണം. ഗൈസ്, ലിയ ഷോർക്കിട്ട് വന്നതാണ്. അതാ നിഞ്ച നമ്മളെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നിഞ്ചയാണ്. നേരത്തെ വരുന്ന മമ്മിയാണ്, ഇപ്പം നിഞ്ചയാണ്. ഈ കുറച്ച് കഴിഞ്ഞാൽ സോംബി വരും, അങ്ങനെയൊക്കെ കുറേ വരും കേട്ടോ. ഗൈസ്, നമ്മൾ മാത്രം സർവൈവ് ചെയ്തുള്ളൂ. ഗൈസ്, ഞാനും അൻവാട്ടെന്ന് പറഞ്ഞിട്ടുള്ള സർവൈവ് ചെയ്ത്. നമുക്ക് വീട് പോലും ഇല്ല, എന്നിട്ടാണ് നമ്മൾ സർവൈവ് ചെയ്തത്. ലിയൊക്കെ അവിടെ ഷോർക്ക് കളിക്കേണ്ടിരുന്നു. നമുക്ക് വീട് പോലും ഇല്ല, എന്നിട്ടാണ് നമ്മൾ സർവൈവ് ചെയ്തത്. ഗൈസ്, ന്യൂബല്ല നമ്മൾ. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വെയിലത്തിരുന്ന് പണിയെടുത്തതിന് എനിക്കൊരു ലൈക്കും ഒരു ഷെയറും സബ്സ്ക്രൈബും മാത്രം മതി. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഏകദേശം വീടൊക്കെ നമ്മൾ ഏകദേശം സെറ്റാക്കി. ഇനി നമുക്ക് ഡോറാക്കാം, അല്ലെങ്കിൽ പിന്നെ നല്ല പണിയാവും കിടക്കാൻ. പിന്നെ ലാഡറൊക്കെ ഉണ്ട് കേട്ടോ. ലാഡർ ചെയ്യണമെങ്കിൽ ലൈക്ക് വേണമെന്ന്. ലൈക്കൊന്നും നമ്മൾ കൊടുക്കണില്ല, അടുത്ത വീഡിയോയിൽ കൊടുക്കുക, ഈ വീഡിയോയിൽ കൊടുക്കണില്ല. പക്ഷേ നമുക്ക് ഡോർ വെക്കട്ടോ. അവിടെ ഫ്രെഡി വരുന്നുണ്ട്. നമ്മൾ പുറത്ത് റോങ് ആയിട്ടാണ് ഡോർ വെച്ചിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, കമൻറ്റ് ചെയ്യാം. അതെന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും റോബ്ലോക്സിൽ. അത് ഞാൻ എന്തായാലും 100% ചെയ്യുന്നതായിരിക്കും. പറ്റുകയാണെങ്കിൽ എന്തായാലും പറ്റുമല്ലോ. പിന്നെ അത് നമ്മളെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ ഫ്രെഡി. നമ്മളാണെങ്കിൽ ഡോറും കൈ പിടിച്ച് കിടക്കുന്നത്. എല്ലാ ഫ്രെഡികളും നമ്മളെ കൂടെയാണ് വരുന്നത്. ഇതിൽ കുറേ ഫ്രെഡികളുണ്ട്. ഇതൊരു ഫ്രെഡിൻ്റെ നാടാണിപ്പം. അങ്ങനെ ഗൈസ്, നമ്മൾ സർവൈവ് ചെയ്ത്. ഗൈസ്, അൻവാഡ് എന്ന് പറഞ്ഞ ആൾ എപ്പോഴും സർവൈവ് ചെയ്യുന്നുണ്ട്. നമ്മൾ പക്ഷേ അവനേക്കാളും സർവൈവ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആവണം. നമുക്ക് ഡോറൊക്കെ കുറച്ച് അടിപൊളിയായിട്ട് വെക്കാം, അല്ലെങ്കിൽ പിന്നെ പുറത്ത് വെച്ചാൽ അവർക്ക് കളക്കാൻ പറ്റും. ഇനി നമ്മൾ ഇത് എല്ലതും മാറ്റണമായിരിക്കും. നിങ്ങൾക്ക് പാട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആരും ഒന്നും കമൻറ്റ് ചെയ്യില്ല എന്നല്ല, അങ്ങനെ. ഗൈസ്, നമുക്ക് ഡമ്പലൊക്കെ വെക്കാം.
നമ്മുടെ അടുത്ത് കുറേ നമ്മൾ ഡംബിൽ പൈസ കൊടുത്ത് മേടിച്ച് ഇനി ഇങ്ങനെ കുറേ സാധനങ്ങൾ മേടിക്കണമായിരിക്കും. പിന്നെ നിങ്ങളെ ഫേവറേറ്റ് ഗെയിം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഫാൻസ് ആയിരിക്കാൻ നോക്കാം. എൻ്റെ ഫേവറേറ്റ് ഗെയിം ഏതാ ചോദിച്ചാൽ ഇപ്പം നിലവിൽ ബ്ലോക്സ് ഫ്രൂട്ട്സ്, പിന്നെ ഈ ഗെയിമൊക്കെ എൻ്റെ ഫേവറേറ്റ് തന്നെയാണ്. പിന്നെ 99 നൈറ്റ്സ് എൻ്റെ ഫേവറേറ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കുറേ കളിച്ച് മടുത്തിക്കണ്. ജാക്സ് എന്ന് പറഞ്ഞ ഒരു ബണ്ണി നമ്മളെ പിന്നാലെ വരുന്നുണ്ട്. എല്ലാതും കൂടി നമ്മളെ പിന്നാലെ വരുന്നത്. നമ്മൾ എല്ലാ കളിയും നമ്മൾ സർവൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എത്ര 4 വട്ടം സർവൈവ് ചെയ്തു. അത്രക്കും പ്രോ ആണ് നമ്മൾ. ഞാൻ പ്രോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ പ്രോ അല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഗൈസ് ഞാൻ എല്ലാ കളിയും പ്രോ അല്ലേ. ഞാൻ വെറുതെ പറഞ്ഞതാണ്, അത്ര പ്രോ ഒന്നുമല്ല. നിങ്ങളതൊന്നും സീരിയസ് ആക്കണ്ട. ഗൈസ് നമ്മളെ വീടിൻ്റെ മേലത്തെ വലിപ്പം കുറച്ച് കൂട്ടിയാണ് ഞാൻ. പ്ലാസ്റ്റിക് ആയതിൻ്റെ ആൾക്കാരൊക്കെ ഉള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. കണ്ട വെയർവുൾഫൊക്കെ വന്നത്. നടക്കാനാണ് വെയർവുൾഫാണത്. നടക്കാനാണെന്ന് വെച്ചാൽ 2 കാലിൽ നടക്കാൻ വെയർവുൾഫിന്. അതാണ് പ്രത്യേകത. എല്ലാതും നമ്മളെ പിന്നാലെ നടക്കണത്. ഒരു തേനീച്ചക്കൂട് കല്ലെറിഞ്ഞ പോലെയാണിത്. എല്ലാതും കൂടി നമ്മളെ പിന്നാലെ വരികയാണ്. ഗൈസ് ഞാനും 3 ആൾക്കാർ സർവൈവ് ചെയ്തു. ഗൈസ് ഇപ്പോൾ ഞാൻ കുറേ പണിയെടുത്തോണ്ട് തന്നെ എനിക്ക് നല്ല വിശക്കുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫുഡ് മേടിക്കാം. ചീസ് ബർഗർ മേടിക്കാം. ടാക്കോ ഉണ്ട്. ചീസ് ബർഗർ മതി തൽക്കാലം. പിന്നെ അതിന് ബാക്കിയുള്ളതിനൊക്കെ പൈസയാണ്. നിങ്ങളെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം. ഗൈസ് ഇപ്പോൾ സോംബിൻ്റെ ലെവലാണ്. അപ്പോൾ സോംബി നമ്മൾ പിന്നാലെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജയിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ജയിക്കും. ഗൈസ് നമ്മൾ വീണ്ടും സർവൈവറായി. നമ്മൾ 4 ആൾക്കാർ സർവൈവ് ചെയ്ത്. നമ്മൾ പിന്നെ എല്ലാത്തിലും സർവൈവ് ആകും. അതിന് ഒരു സംശയമില്ല. നമുക്ക് കുറച്ച് പണിയെടുക്കാം. ഗൈസ് നമ്മൾ ജനാല വെക്കുകയാണ്. നമ്മൾ മറ്റേ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ വീടൊന്ന് ജസ്റ്റ് കുറച്ചും കൂടി ഒന്ന് പുതുക്കി പണിത്. കാരണം എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് ആകുമ്പോൾ ഉള്ളിൽ കൂടി കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബേസ് ഫുള്ള് വുഡാക്കുകയാണ്. പിന്നെ മേലെ കൂടി കയറാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ബേസ് ആക്കിയാൽ ഓവർ പണിയെടുക്കാൻ എന്നെ കൊണ്ട് വയ്യ. പിന്നെ ഗൈസ് ഞാൻ ഇപ്പോഴത്തെ സാധനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് നമ്മൾ അവിടെ എവിടെ വെക്കണം ആ ഭാഗത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റും. മോൺസ്റ്റർ ഉണ്ടാവുന്ന ടൈം ഒഴുകി കേട്ടോ. മോൺസ്റ്റർ ഇല്ലാത്ത ഏത് ടൈം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പണിയെടുക്കുന്നത്. നിങ്ങളിങ്ങനെ പണിയെടുക്കലുണ്ടോ വീട്ടിൽ? ഗൈസ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വീട്. അത്ര അടിപൊളിയൊന്നും പറയാനൊന്നുമില്ല. ഇത് നമ്മൾക്ക് കുറച്ച് ടൈമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നമ്മൾ സൂപ്പറായിട്ട് ഉണ്ടാക്കുമെന്ന്. നമുക്ക് മേലൊക്കെ വെക്കാം. നമ്മൾ സാധാരണ മേലെ കയറിയിട്ടാണ് വെക്കൽ. പക്ഷെ ഇപ്പോൾ നമ്മൾ ട്രിക്ക് ആയതുകൊണ്ട് തന്നെ ട്രിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മേലെ അടിയിൽ നിന്ന് തന്നെ വെക്കുകയാണ്. മേലെ നിന്ന് നമ്മൾ ഇനി വീണ്ടും വിൻഡോ വെക്കുകയാണ്. ഒരു വിൻഡോ ഒന്നും പോലെ ഇനി വിൻഡോ വേണം. നാലെണ്ണം അടിപൊളിയാവുക. അല്ലെങ്കിൽ പിന്നെ ഒരു രസമില്ല കാണാൻ. പുറത്തുനിന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല ന്യൂസുകളൊന്നും. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്ര അടിപൊളി വീടുണ്ടാക്കി. ഇത്ര അടിപൊളിയൊന്നല്ല ഗൈസ്. പിന്നെ നമ്മൾ വീണ്ടും സർവൈവറായി. ഇപ്പം ഞാൻ ഒരൊറ്റ വട്ടം പോലും തോറ്റിട്ടില്ല ഗൈസ്. നമുക്ക് ചെയർ നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് ചെയർ ഫിക്സ് ചെയ്തിട്ടോ 3 ചെയർ വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ 3 ചെയർ വെച്ചു അതിസാഹസികമായിട്ട് തന്നെ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയാം. മൾട്ടിപ്ലെയർ നമുക്ക് കളിക്കാം. എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. ഗൈസ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാം. നമുക്ക് ലാപ്ടോപ്പ് മേടിച്ചാലോ? ലാപ്ടോപ്പ് നല്ലതല്ലേ ഗൈസ്? നമ്മൾ ലാപ്ടോപ്പ് വെക്കാം. ടേബിളൊന്നും ഇല്ല, എന്നാലും നിലത്താണ്ട് വെക്കണേ ഗൈസ്. ഇപ്പോൾ നമ്മളെ വീട് ഇപ്പോൾ എങ്ങനെയുണ്ട് പറയാം. 2 വിൻഡോ ഉള്ള വീടാണ് ഇപ്പോൾ നമ്മളുടെ അടുത്തുള്ളത്. ഈ വീട് നമ്മൾ കൊടുക്കണ്ടോ ചോദിച്ചാൽ കൊടുക്കണില്ല. പിന്നെ 14 വട്ടം ഞാൻ വിൻ ചെയ്തിട്ടോ. വീണ്ടും മോൺസ്റ്റർ സ്പോണിങ് ആണ് ഗൈസ്. നമുക്ക് ചീസ് ബർഗർ കഴിച്ച് കുറച്ച് എനർജി നേടാം. ഗൈസ് ഇത് കഴിക്കണോണ്ട് വല്ല ഗുണമുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു ഗുണമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുഡ് എനർജി കിട്ടുമെന്ന് അറിയില്ല. ഞാൻ എനർജി പോകേണ്ട ടൈമിൽ കഴിച്ചിട്ടില്ല. അതാണ് നമ്മളെ കൂടെ എല്ലാതും നമ്മളെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഗൈസ് എനിക്കൊരു ട്രിക്ക് മനസ്സിലായിരുന്നു. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഉള്ളിൽ കൂടിയൊക്കെ അതാ വരണേ നിഞ്ചകൾ. ഒരു നാണമാനില്ലാത്തവരാണ് ഇവർ. നിഞ്ച എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. കണ്ട അങ്ങനെ കുഞ്ഞിട്ടാണ് പോണത്. നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കണ്. എനിക്ക് വേറെ ട്രിക്ക് അറിയാം. അതിപ്പോൾ കാണിച്ചു തരാം. നോക്കിക്കോളൂ. ഫുള്ള് നമ്മൾ ഒക്കെ കൂടി നമ്മളെ മേത്തൊക്കെ നമ്മൾ ബ്ലോക്ക് വെക്കും. അപ്പോൾ
ഗ്ലിച്ചാണിത്, ചെറിയ ഗ്ലിച്ച്. ഞാൻ തന്നെ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ വെച്ചാൽ അവർ വന്ന് നമ്മളെ മേത്തൊക്കെ കുറേ ബ്ലോക്സ് ഇടുക. അപ്പോൾ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പെടും. കണ്ട ഇങ്ങനെ. ഞാൻ ഒരൊറ്റ ആൾ മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ. ബാക്കി എല്ലാവരും ഡെഡായി. നമുക്ക് ബ്രെയിൻ ഉണ്ട്, ബാക്കി അവർക്ക് ഒന്നും ബ്രെയിൻ ഇല്ല. ഗൈസ് നമുക്ക് കുറച്ച് നേരം ഇരിക്കാം. ഇവിടെ ഒരു ടി വി വെച്ച വൈബാവുമായിരുന്നു. ഗൈസ് ഈ ഫ്രെഡ് നമ്മളെ അടുത്ത് വരുന്നുണ്ട്, നമ്മൾ അടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഈ കഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയുമോ? കമൻറ്റ് ചെയ്യും. 4 ആൾക്കാർ സർവൈവ് ചെയ്ത്. എനിക്കെന്താണെന്ന് അറിയില്ലേ കഥ. പക്ഷെ നമ്മളെ രാജാവിൻ്റെ കഥ റിയലാണോ ഫേക്കാണോ എന്ന് എനിക്കറിയില്ല. ഗൈസ് നമ്മൾ ലിയാൻ്റെ വീട്ടിൽ പോവാണ്. ലിയാൻ്റെ വീട് അടിപൊളിയാന്നൊക്കെ പറയണം, പക്ഷെ നടുവിലൊക്കെ എന്തൊക്കെ വെച്ചിക്കണേ. സൂപ്പറാണെന്ന് തോന്നുന്നു. 3 ബെഡൊക്കെ ഉണ്ട്, പിന്നെ ക്യാറ്റൊക്കെ ഉണ്ട്. പക്ഷെ അത്ര നല്ലതൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ വുഡ് വെച്ചിക്കണ്. ഗൈസ് നമുക്ക് എന്തായാലും ഫുഡൊക്കെ അടിച്ചു മാറ്റിയിട്ട് പോവാം. അതായത് 2 പൂച്ചകളൊക്കെ വെച്ചിക്കണ്. പൂച്ചകൾക്കൊക്കെ ബർഗറാട്ടോ കൊടുക്കണത്. ഗൈസ് 3 ബെഡുണ്ട്, പിന്നെ ജിമ്മുണ്ട്. ജിമ്മല്ല, ഡമ്പല്, സോറി ഗൈസ്. വാഷ് ബേസ് ഉണ്ട് തോന്നുന്നു അവിടെ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.